ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. അതിനകത്ത് ഐസോമറിസം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അതിനകത്തൊരു ചെറിയൊരു ടോപ്പിക്കും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ കഴിഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് നമുക്കിനി ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ഐസോമറിസം ആണ്. സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമറിസത്തിന് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അയണൈസേഷൻ, ഹൈഡ്രേറ്റ് ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, അങ്ങനെ പല ടൈപ്സ് സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്. പിന്നെയുള്ളത് സ്റ്റീരിയോ ഐസോമറിസം ആണ്. സ്റ്റീരിയോ ഐസോമറിസത്തില് രണ്ട് ടൈപ്പ് ഐസോമറിസം ഉണ്ട്. ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസവും ഒന്ന് ഒപ്റ്റിക്കൽ ഐസോമറിസവും ആണ്. ഈ ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തെ കോർഡിനേഷൻ സ്പിയറും എല്ലാം ഒരുപോലെ ആയിരിക്കും. പക്ഷെ അതിനകത്ത് എന്തായിരിക്കും, അതിന്റെ ജോമെട്രിക്കൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസമായിരിക്കും വരുന്നത്. ലിഗാൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജോമെട്രിക്കലി എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഇപ്പുറത്തെ പേജിൽ കിടക്കുന്നുണ്ട്, നോക്കിക്കേ. 2 എക്സാമ്പിൾസ് ഓഫ് സിസ് ആൻഡ് ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്ടോ. ആദ്യത്തേല് ട്രാൻസ് ആണ്. ട്രാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്ക് കിടക്കുന്ന എലമെന്റ്, അതായത് സെന്റർ പോർഷനിൽ കിടക്കുന്ന മെറ്റൽ ആറ്റം. ഇവിടെ സെൻട്രൽ പോർഷനിൽ മെറ്റൽ ആറ്റം കിടക്കുന്നു. പിന്നെ എന്താണ്, അതിന്റെ 4 സൈഡ്സിലും എന്തുണ്ട്, ലിഗാൻഡ് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ഒരുപോലെയുള്ള ലിഗാൻഡുകൾ ഓപ്പോസിറ്റ് സൈഡിലാണ് വരണമെങ്കിൽ, ഒരുപോലെയുള്ള ലിഗാൻഡ്സ് ഓപ്പോസിറ്റ് സൈഡിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് ആണ് എന്ത്, ഐസോമേഴ്സ് ആണ് ട്രാൻസ് ഐസോമർ എന്ന് പറയും. ട്രാൻസ് ഐസോമർ. ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ 2 ഫോംസ് ഉണ്ട്, സിസ് ഫോമും ഉണ്ട്, ട്രാൻസ് ഫോമും ഉണ്ട്. അതെങ്ങനെയാ നമ്മൾ വരയ്ക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകളിലാണ്, 2 ഓപ്പോസിറ്റ് സൈഡിലാണ് സെയിം ഗ്രൂപ്പുകൾ വരുന്നെങ്കിൽ അത് എന്ത് ഐസോമർ ആയിരിക്കും, ട്രാൻസ് ഐസോമർ ആയിരിക്കും. അതേസമയം സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഒരേ സൈഡിലാണ് എന്ത് വരുന്നത്, സെയിം ഗ്രൂപ്പുകൾ വരണമെങ്കിൽ അത് ഏത് ഐസോമർ ആയിരിക്കും, സിസ് ഐസോമർ ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിന് 2 ഫോംസ് ഉണ്ട്. ഏതാണ്, സിസ് ഫോമും ഉണ്ട്, ട്രാൻസ് ഫോമും ഉണ്ട്. സിസ് ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ മെറ്റൽ ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ലിഗാൻഡ് വന്ന് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് സെയിം ഒരേ സൈഡിലായിരിക്കണം സെയിം ഗ്രൂപ്പുകൾ വരേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ പറയും ട്രാൻസ് എന്ന് പറയും. സെയിം ഗ്രൂപ്പ് ഒരേ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, സിസ് എന്ന് പറയും. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ട്രാൻസ് എന്ന് പറയും. അതുപോലെ ഇവിടെ അമോണിയയുടെയും കേസിൽ നോക്കിക്കേ, ട്രാൻസ് വന്നിരിക്കുന്നുണ്ടോ. ക്ലോറിൻ 2 ഓപ്പോസിറ്റ് സൈഡുകളിൽ വന്നതുകൊണ്ട് എന്തായി, അത് ട്രാൻസ് ആയി. ബട്ട് ഈ സെക്കൻഡ് നോക്കിക്കേ, സ്ട്രക്ചർ നോക്കിക്കേ, ക്ലോറിൻ 2 ഒരേ സൈഡിൽ വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിന് സിസ് ഫോം എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഐസോമറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. നെക്സ്റ്റ് ഐസോമറിസം ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. അതായത് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് മറ്റൊന്നിന്റെ മിറർ ഇമേജ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. നമ്മളിപ്പോ കണ്ണാടിയിൽ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റൈറ്റ് സൈഡ്, നമ്മൾ കണ്ണാടിയിൽ നമ്മുടെ ഇമേജ് കാണുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് കണ്ണാടിയിൽ എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡ് ആയിട്ടായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞ പോലെ മിറർ ഇമേജ്ഡ് ആയിട്ടുള്ള ഐസോമേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് എന്ത്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സിന് എക്സാമ്പിൾ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ആപ്ലിക്കേഷൻ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ആപ്ലിക്കേഷൻ നോക്കിക്കേ, മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. EDTA എന്ന് പറയുന്നത് എന്താ പറയാ, ട്രീറ്റ്മെന്റിനൊക്കെ യൂസ് ചെയ്യും.
എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് ആണ് ADTA. അത് എന്ത് ചെയ്യുന്നുണ്ട്? ലെഡ് പോയിസണിങ് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നോക്കിക്കേ, സിസ്പ്ലാറ്റിൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സർജറി സമയത്ത് ലോ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സോഡിയം നൈട്രോപെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾസ് എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഇനി ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. നോമൻ ക്ലേച്ചർ ആൻഡ് ജനറൽ പ്രിൻസിപ്പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമുക്ക് എടുക്കാം. അതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോ കാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് ഹൈഡ്രോ കാർബൺസ്? കാർബണും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺസ്. ആ ഹൈഡ്രോ കാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, കണ്ടോ, ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ ആലിഫാറ്റിക് കോമ്പൗണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണ്. നോക്കിക്കേ, ഈ ഫസ്റ്റ് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിരിക്കുന്നതുണ്ടോ? ഫസ്റ്റ് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിരിക്കുന്നതുണ്ടോ? CH3, 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 CS2, CS3, ഇതൊക്കെ എന്താണ്? ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഇനി അപ്പോ ഈ ഹൈഡ്രോ കാർബൺസിലെ എന്താണ് ഓപ്പൺ ചെയിൻഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പൺ ചെയിൻ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ആലിഫാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട് ഉണ്ട്. നിങ്ങൾ താഴെ നോക്കിക്കേ, കണ്ടോ, സൈക്ലോ പ്രൊപ്പൈൻ, സൈക്ലോ ബ്യൂട്ടൈൻ, സൈക്ലോ പെൻഡൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരു ചെയിൻ ഫോമിലല്ലേ കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ ആലിസൈക്ലിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പൺ ചെയിൻ ആയിട്ട് CH3 എന്താ പറയുക, CH3 അങ്ങനെ ലോങ് ചെയിൻ ആയിട്ട് പോകുന്നതിനെ, അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ ആയിട്ട് രണ്ട് എൻഡും ഫ്രീ ആയിരിക്കും, അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് എന്ന് പറയും. അതേസമയം സൈക്ലിക് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, സൈക്ലിക് ഫോമിലാണ്. ഇപ്പൊ നമ്മൾ ഈ താഴത്തെ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ, താഴത്തെ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇത് കണ്ടോ, ഇതിനകത്ത് മൂന്നെൻഡും എന്താണ്? ക്ലോസ്ഡ് ആണ്. ഇവിടെ എന്താണ്? 4 കാർബണും തമ്മിൽ എന്താണ്? എല്ലാ കാർബൺസും തമ്മിൽ എന്താണ്? പരസ്പരം ലിങ്ക് ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ലാസ്റ്റത്തെ 2 കാർബൺ ആറ്റം ഫ്രീ ആണ്, വേറെ ആരുമായിട്ട് ബോണ്ടില്ല. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ഓപ്പൺ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ചെയിൻ ഫോമിലുള്ളത് കൊണ്ട് എന്താണ്? എല്ലാം പരസ്പരം ലിങ്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും? ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയും. ഇനി ഈ ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോമോസൈക്ലിക്കും ഹെട്രോസൈക്ലിക്കും. ഹോമോസൈക്ലിക്, ഹെട്രോസൈക്ലിക്. ഇപ്പൊ താഴത്തെ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിൽ എല്ലാ ആറ്റംസും എന്താണ്? ഒരുപോലെയാണ് ഇരിക്കുന്നത്. എല്ലാ ആറ്റംസും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതേസമയം നമ്മൾ നെക്സ്റ്റ് അതേസമയം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഈ ലൈൻസിന്റെ ഒക്കെ ഇവിടെ കാർബൺ ആറ്റംസ് ഉണ്ട്. അതിനിടയ്ക്ക് എന്തുണ്ട്? ഇവിടെ ഓക്സിജൻ വന്നിട്ടുണ്ട്, ഇവിടെ സൾഫർ വന്നിട്ടുണ്ട്, ഇവിടെ നൈട്രജൻ വന്നിട്ടുണ്ട്, ഇവിടെ NH ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, അമീൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ പല വേറെ ഗ്രൂപ്പ്, ഒരേപോലത്തെ ഗ്രൂപ്പ് അല്ലാതെ ഡിഫറെന്റ് ആയിട്ട് ഏതെങ്കിലും ഗ്രൂപ്പും കൂടി കയറിയിട്ടുണ്ടെങ്കിൽ, ആ റിങ്ങിൽ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, എല്ലാ ഗ്രൂപ്പ്സും ഒരുപോലത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയും ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയും. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ചെയിനിൽ, ആദ്യത്തെ ചെയിനിൽ എല്ലാം കാർബൺ ഗ്രൂപ്പുകൾ തന്നെയാണ്. എല്ലാം എന്താണ്? CH3 ഗ്രൂപ്പുകളാണ് വന്നിരിക്കുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിനിടയ്ക്ക് നൈട്രജൻ, സൾഫർ അങ്ങനെയുള്ള അനദർ എലമെന്റ്സ്, വേറെ ആറ്റംസ് ആ റിങ്ങിലുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോസൈക്ലിക് എന്ന് പറയുന്നത്. ഹെട്രോസൈക്ലിക് എന്ന് പറയുന്നത്.
ഇനി ഈ ഹോമോസൈക്ലിക്കിനെ തന്നെ രണ്ടായിട്ട് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ആലിസൈക്ലിക്. ആലിസൈക്ലിക് അതായത് ഈ ആലിസൈക്ലിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈക്ലിക് കോമ്പൗണ്ടിന് ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസുമായിട്ട് അതിന്റെ പ്രോപ്പർട്ടീസിന് റിസംബ്ലൻസ് ഉണ്ടെങ്കിൽ, പ്രോപ്പർട്ടീസ് സിമിലർ ആണെങ്കിൽ, ആലിഫാറ്റിക് ഈ സൈക്ലിക് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ആലിസൈക്ലിക് കോമ്പൗണ്ട് അതിനകത്ത് സെയിം നമ്പർ ഓഫ് ഒരുപോലത്തെ ആറ്റങ്ങളാണല്ലോ എല്ലാം, നമ്പർ അല്ല ഒരേപോലത്തെ ആറ്റങ്ങളാണ് എല്ലാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആലിസൈക്ലിക് കോമ്പൗണ്ടിന് ആലിഫാറ്റിക് കോമ്പൗണ്ടുമായിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് സിമിലർ ആണെങ്കിൽ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, ആലിസൈക്ലിക് എന്ന് പറയുന്നത്. ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ പ്രോപ്പർട്ടിയോട് സിമിലർ ആയിട്ടുള്ള സൈക്ലിക് ഹൈഡ്രോ കാർബൺസിനെയാണ്, ഹോമോസൈക്ലിക് ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ആരോമാറ്റിക് കോമ്പൗണ്ടിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഓർത്ത് നോക്കുക, അതിന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്മെല്ല് ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല് ഉള്ളതിന്റെ പേരിലാണ് അതിന് എന്ത് അറിയപ്പെടുന്നത്, ആരോമാറ്റിക് കോമ്പൗണ്ട് എന്നറിയപ്പെടുന്നത്. ആരോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെൽ എന്നാണ് മീനിങ്. ഓക്കെ, ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയാൻ കാരണം അതിനൊരു ചില കോമ്പൗണ്ട്സിന്, സൈക്ലിക് കോമ്പൗണ്ട്സിന് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലുണ്ട്. ഹോമോസൈക്ലിക് കോമ്പൗണ്ട് തന്നെ ആയിരിക്കും, അതിനെന്തുണ്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലുണ്ട്. ദാറ്റ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ആരോമാറ്റിക് എന്ന് പറയുന്നത്. അതിന് വേറെയും കൂടി കുറച്ച് ഇതുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് ലെസൺ ചെന്ന് കഴിയുമ്പോൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി അടുത്തത് നോമൻക്ലേച്ചർ ആണ്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നെയിമിംഗ് ആണ് നമ്മൾ പറയുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഹോമലോഗസ് സീരീസ് ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻസ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ഉണ്ട്. അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ പറയും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ആൽക്കെയിൻ എന്ന് പറയും. ആൽക്കെയിൻ എന്ന് പറയും. ഇനി അല്ല, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ എന്ന് പറയും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ എന്ന് പറയും. എനിക്ക് പകരം അവിടെ എന്ത് വരും, ഇ വരും. ഇനി രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ യുടെ പകരം അവിടെ എന്ത് വരും, വരും, ആൽക്കെയിൻ വരും. ഓക്കെ, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ എന്ന് പറയും. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ എന്ന് പറയും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഇതിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ. ഇനി ഈ ആൽക്കെയിൻ, ആൽക്കൈൻ ഗ്രൂപ്പുകളിൽ കാർബൺ ആറ്റം, 2 കാർബൺ ആറ്റം ഉള്ളതുണ്ട്, 3 കാർബൺ ആറ്റം ഉണ്ട്, 4 കാർബൺ ആറ്റം ഉണ്ട്. അങ്ങനെ അതിന്റെ ജനറൽ ഇക്വേഷൻ, അതിന്റെ മോളിക്കുലാർ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ്. ആൽക്കെയിന്റെ ഇക്വേഷൻ എന്താ, CnH2n+2. ആൽക്കീന്റെയോ CnH2n. ആൽക്കൈന്റെ CnH2n- ആണ്. ആൽക്കൈന്റെ CnH2n- ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മോളിക്കുലാർ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാം. എത്ര ഇതുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് പറയാണ്, ഒരു ആൽക്കീൻ ആണ്, ഒരു ആൽക്കീൻ, അതായത് എന്താണ്, ആൽക്കീൻ അല്ല, ആൽക്കെയിൻ. അതിനകത്ത് നമ്മൾ പറയണ കാർബൺ ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. അതായത് എന്നിന്റെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞ CnH2n അല്ലേ, C4H2 × 4+2. അപ്പൊ എന്ത് വരും, C4 ആണെങ്കിൽ എന്ത് വരും, C4 ആണെങ്കിൽ ബാക്കി അപ്പൊ എന്ത് വരും, C4H2 × 4 എന്ന് പറയുമ്പോൾ 8+10, അപ്പൊ H8 വരും, C4H8 വരും. അപ്പോ 4 കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിന്റെ മോളിക്കുലാർ ഫോർമുല എന്താ, C4H10 വരും. ഇനി അതേ സമയം തന്നെ 4 കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കീന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ,
ആൽക്കീന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതായത് ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉള്ളതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞ അതിനുള്ള ഇക്വേഷൻ എന്താ? CnH2n എന്നല്ലേ ആ ഇക്വേഷൻ. അപ്പോ C4H2 × 4. അപ്പൊ എന്തായി? C4H8 ആയി. ഓക്കെ, അതാണ് അതിന്റെ ഫോർമുല പറയുന്നത്. ഇനി അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആൽക്കെയിൻ ആണ്. ട്രിപ്പിൾ ബോണ്ട് ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രിപ്പിൾ ബോണ്ട് ഉള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാർബൺ ആറ്റം 4 കാർബൺ ആറ്റം ഉണ്ട്. അത് ആ 4 കാർബൺ ആറ്റത്തിനിടയ്ക്ക് രണ്ട് കാർബൺ ആറ്റങ്ങളിൽ എന്തുണ്ട്? ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമ്മളുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് CnH2n-2 ആണ്. അപ്പൊ C4H2 × 4 - 2 that is 8 - 2. 2 × 4 8, 8 - 2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 6. അപ്പൊ C4H6 വരും. ഇതിനാണ് ആ 3 ഫോർമുലകൾ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് ഈ ഇങ്ങനെയുള്ള ആൽക്കൈന്റെ ഹോമോലോഗ സീരീസിനെയാണ് നമ്മൾ ഈ ആൽക്കൈൻസിന്റെ ഈ സീരീസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോലോഗ സീരീസ് എന്ന് പറയുന്നത്. ഇനി ഹോമോലോഗ സീരീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ നെയിമിംഗ് ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടണ്ടോന്നറിയാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇനി എന്താണ്? ഹൈഡ്രോ കാർബൺസിന് നമുക്ക് പേര് കൊടുക്കണം. പേര് കൊടുക്കണമെങ്കിൽ, നമുക്ക് നെയിം ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ വേർഡ് റൂട്ടിന് കൊടുക്കേണ്ടതാണ്. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, അങ്ങനെ 10 വരെ ഉണ്ട്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ ഡെക്ക് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? പേര് കൊടുക്കുകയാണ്. ഒരു കാർബൺ ആറ്റം ഉള്ളെങ്കിൽ നമ്മൾ മെത്ത് വെച്ച് പേര് കൊടുക്കും. 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്ത് വെച്ച് കൊടുക്കും. 10 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അവിടെ ഡെക്ക് വെച്ച് കൊടുക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ വേർഡ് റൂട്ട് പഠിച്ചു വെക്കണം. ഇനി ആ കാർബൺ ആറ്റങ്ങൾക്ക് ഇടയിലുള്ള ബോണ്ട് ഏതാന്ന് നോക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ബോണ്ട് ആണ് വരണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? ANE യൂസ് ചെയ്യും. ഡബിൾ ബോണ്ട് ആണെങ്കിലോ ENE യൂസ് ചെയ്യും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? YNE യൂസ് ചെയ്യും. ഇത് അവിടെ സിമ്പിൾ ആയിട്ട് അവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കിക്കേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതെ നമ്മൾ അവിടെ എക്സാമ്പിൾസിൽ കണ്ടോ? അവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ 3 കാർബൺ ആറ്റം ആണുള്ളത്. 3 കാർബൺ ആറ്റംസ് ഉള്ളത് കൊണ്ട് നമുക്ക് വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ് എന്നുള്ള വേർഡ് റൂട്ട് എടുക്കാം. 3 കാർബൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് റൂട്ട് എടുക്കാം? പ്രൊപ്പ് എന്നുള്ള വേർഡ് റൂട്ട് എടുക്കാം. ഓക്കെ, ദെൻ ഇനി അടുത്തത് എന്താണ് അവിടെ വരുന്നത്? അടുത്തത് അവിടെ വരുന്നത് എന്താണ്? കോമ്പൗണ്ടിന്റെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ആണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഏത് ബോണ്ടാണ് വന്നിരിക്കുന്നത്? എല്ലാ ആറ്റങ്ങൾക്കിടയിലും സിംഗിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പേരിന്റെ ഒപ്പം എന്തെഴുതും? എയിൻ എന്ന് ചേർക്കും.
ANE ചേർക്കും. കണ്ടോ, സിംഗിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ANE ആണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പേര് എന്ത് വന്നത്, പ്രൊപ്പെയിൻ എന്ന് വന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, അവിടെ എത്ര കാർബൺ ഉണ്ട്, അവിടെ 5 കാർബൺ ഉണ്ട്. അവിടെയും എന്താണ്, സിംഗിൾ ബോണ്ട് ആണ്. 5 എണ്ണം ഉള്ളത് കൊണ്ട് എന്താണ്, പെന്റ് എന്നാണ് പറയുന്നത്. ഇനി അവിടുത്തെ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE നമ്മൾ എഴുതും. പെന്റ് പ്ലസ് ANE, വേർഡ് റൂട്ട് പ്ലസ് പ്രിഫിക്സ്. അതായത് പ്രിഫിക്സ് എങ്ങനെയാണ് വരുന്നത്, അത് ആ കോമ്പൗണ്ടില് ബോണ്ടിനനുസരിച്ചാണ് വരുന്നത്. അടുത്തത് തേർഡ് നോക്കിക്കേ, തേർഡ് കൊടുത്തിരിക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ് കൊടുത്തിരിക്കുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയാണ്, രണ്ടെണ്ണമാണ്. രണ്ടെണ്ണമാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, എത്ത് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ANEക്ക് പകരം അവിടെ എന്ത് ചേർക്കുന്നു, ENE ചേർക്കുന്നു. കണ്ടോ, ANEക്ക് പകരം അവിടെ ENE ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. അപ്പോ ഈഥെയിൻ എന്ന് വരും, ഈഥീൻ എന്ന് വരും. ഇനി അത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതിൽ 3 കാർബൺ ആറ്റവും ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും, പ്രൊപ്പായിരിക്കും വരുന്നത്. പിന്നെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് എന്ത് വരും, YNE വരും. അപ്പൊ പ്രൊപ്പൈൻ. അങ്ങനെയാണ് നമ്മൾ പേരെഴുതുന്നത്. ഇനി ഇത് സിംപിളസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. ഇനി നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള രീതിയിലുള്ളത്. അതായത് നോക്കിക്കേ, CH2 ഗ്രൂപ്പ് ആണ് വരണമെങ്കിൽ നമ്മൾ അതിനെ പറയും ഈഥെയിൽ എന്ന് പറയും. CH3 CH2 ഗ്രൂപ്പ് ആണെങ്കിൽ ഈഥെയിൽ എന്ന് പറയും. 3 ഗ്രൂപ്പ് അവിടെ വരണമെങ്കിൽ എന്താണ്, പ്രൊപ്പൈൽ എന്ന്. 3 കാർബണാറ്റം ഉള്ള ഗ്രൂപ്പ് വരണമെങ്കിൽ അവിടെ എന്ത് വരും, പ്രൊപ്പൈല്, ഐസോപ്രൊപ്പൈല്, ബ്യൂട്ടൈല്. കണ്ടോ, അതിന്റെയൊക്കെ നെയിംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മള് ഇവിടെ ഒരു എന്താ പറയാ, ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. CH3 CH2 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 CH3, പിന്നെ താഴത്തോട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, CH2 CH3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് തന്നിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ അതിന്റെ കാർബൺ ആറ്റത്തിന് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്തുള്ള ബ്രാഞ്ചിന് എവിടെയാണോ ബ്രാഞ്ച് വന്നിരിക്കുന്നത്, ഇവിടെയല്ലേ ബ്രാഞ്ച് വന്നിരിക്കുന്നത്, ആ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് കഴിയുമ്പോൾ CH3 CH2 ഗ്രൂപ്പ് ഉള്ള കാർബണിന് മൂന്നാമത്തെ തേർഡ് നമ്പർ ആണ് കിട്ടുന്നത്. ഇനി ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നാലാമത്തെ പൊസിഷനിലാണ് വരുന്നത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ചെയ്യുമ്പോൾ, നമ്പർ കൊടുക്കുമ്പോൾ ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അതില് നമ്പർ കൊടുക്കാനായിട്ട്. അപ്പോ ഇവിടെ എന്താണ്, മൂന്നാമത്തെ പൊസിഷനിലാണ് എന്ത് വന്നിരിക്കുന്നത്, ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഇനി അതിന്റെ പേര് കൊടുക്കുമ്പോൾ മൊത്തം ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ഓക്കെ, വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. അതാണ് ലോങ്ങസ്റ്റ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. CH3 CH2 CH2 CH CH2 CH3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ആ ലോങ്ങസ്റ്റ് ചെയിൻ നമ്പർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ നമ്പർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യും, അതിന്റെ പേര് എഴുതുമ്പോൾ എത്രാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്, ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത് മൂന്നാമത്തെ പൊസിഷനിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 3. ഇനി ഈ ബ്രാഞ്ചിന്റെ പേരെന്താ, അത് മുകളിലത്തെ ടേബിളിലുണ്ട്, 3 ഈഥെയിൽ. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വലിയ സ്ട്രെയിറ്റ് ചെയിനിന്റെ പേര് എഴുതുകയാണ്. എത്ര കാർബൺ ആറ്റം ഉണ്ട് അവിടെ,
1 2 3 4 5 6 കാർബൺ ആറ്റം ഉണ്ട്. 6 കാർബൺ ആറ്റം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹെക്സ് വരും. ഇനി അവിടെ എന്താണ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ആയിരിക്കും വരുന്നത്. അപ്പൊ 3 ഈഥൈൽ ഹെക്സൈൻ എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ കോമ്പൗണ്ടിന്റെ പേര്. 3 ഈഥൈൽ ഹെക്സൈൻ, അങ്ങനെയാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഓക്കെ, കേൾക്കുന്നില്ലേ? ബേസിൽ ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ട് മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മളിപ്പോ ഒരു നമുക്കിപ്പോ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനൊരു ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ചെറിയ കാർബൺ ആറ്റത്തിന് നമ്പർ, ആ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്പർ ചെയ്യാനായിട്ട്. അങ്ങനെ വേണം നമ്പർ ചെയ്യാനായിട്ട്. കണ്ടോ? ഇനി അവിടെ താഴെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യണം, നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്പർ ചെയ്യാൻ. ദെൻ അതിന്റെ പേര് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചെയിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഫസ്റ്റ് ഇത് നോക്കിക്കേ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കണ്ടോ, ഈ രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് ആയിട്ട് നമ്മൾ എടുക്കാം. സെയിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മെയിൻ ചെയിൻ എത്ര ബ്രാഞ്ച് ഉണ്ട്, മെയിൻ ചെയിൻ എത്ര ബ്രാഞ്ച് ഉണ്ട് അവിടെ ഫസ്റ്റത്തെ കേസിൽ? ഇപ്പൊ അവിടെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. If two equally long chains are possible, the chain with the maximum number of side chain is selected as the main chain. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് ഈക്വലി ലോങ്, ഒരുപോലത്തെ ലെങ്ത് ഉള്ള ലോങ് ആയിട്ടുള്ള ചെയിൻ ആണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൈഡ് ചെയിൻസ് മാക്സിമം വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഇപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എത്ര സൈഡ് ചെയിൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ബ്രാഞ്ചസ് വരുന്നുണ്ട്? 2 ബ്രാഞ്ചേ വരുള്ളൂ. പക്ഷെ അല്ലാതെ നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ, താഴേന്ന് തുടങ്ങി നമ്പർ ചെയ്ത് ഒരു മെയിൻ ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ബ്രാഞ്ച് വരും? 3 ബ്രാഞ്ച് അവിടെ വരും. 3 ബ്രാഞ്ച് അവിടെ വരും. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, രണ്ടെണ്ണത്തിലും ഇപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് മാക്സിമം അതിനകത്തുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ചെയിൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 5 ആണ്. പക്ഷെ അങ്ങനെ നമ്മൾ എന്താ പറയാ, രണ്ട് ചെയിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ ഒരുപോലെയാണ് വരണമെങ്കിൽ, രണ്ട് ഈക്വൽ ആയിട്ടുള്ള ലോങ് ചെയിൻസ് ആണ് അവിടെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ സെലക്ട് ചെയ്യണം, അതിന് ബ്രാഞ്ചുകൾ കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ അതിനെ എന്ത് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഇവിടെ ഫസ്റ്റ് കേസിൽ 5 കാർബൺ നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എത്ര സൈഡ് ചെയിൻ വന്നു? 2 സൈഡ് ചെയിനേ വന്നോളൂ. പക്ഷെ സെക്കൻഡ് കേസിൽ നമ്മൾ 5 കാർബൺ ഉള്ള ഒരു ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എത്ര സൈഡ് ചെയിൻ വന്നു? 3 സൈഡ് ചെയിൻ വന്നു. അപ്പോ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് ബ്രാഞ്ചസ് വരുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ലോവസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലോവസ്റ്റ് സം റൂൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. റോങ് നമ്പറിങ്, കറക്റ്റ് നമ്പറിങ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ?
അതായത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളതില് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? CS3 ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. CS3 ഗ്രൂപ്പാണ് ദേ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് കേസിൽ CS3 ഗ്രൂപ്പ് വന്നിരിക്കുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്തപ്പോ മൂന്നാമത്തെ തേർഡ് കാർബണിലാണ്. പക്ഷെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്തപ്പോ സെക്കൻഡ് കാർബണിലായിട്ട് വന്നു. അപ്പോ എപ്പോഴും ചെറിയ നമ്പർ ആ ഗ്രൂപ്പിന് കിട്ടത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് 1 2 3 നമ്പർ കൊടുത്തതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് അതിന്റെ അടിയിൽ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, അതിന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്പർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ പൊസിഷൻസിന്റെ ഒക്കെ നമ്പർ നമ്മൾ ആഡ് ചെയ്യാണ്. സെക്കൻഡ് പൊസിഷനിൽ ഒരു ചെയിൻ ഉണ്ട്, അല്ലെ ബ്രാഞ്ച് ഉണ്ട്. ഫോർത്ത് പൊസിഷനിൽ 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ബ്രാഞ്ചിന്റെ ഒക്കെ പൊസിഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, സം ചെയ്യാണ്. അപ്പൊ 2 + 4 + 4 എന്ന് പറഞ്ഞപ്പോ 10 കിട്ടി. നെക്സ്റ്റ് രണ്ടാമത്തേൽ നമ്മൾ എന്ത് ചെയ്തു, ബ്രാഞ്ചിന്റെ പൊസിഷൻ എവിടെയാ വരുന്നത്, സെക്കൻഡ് പൊസിഷനിൽ 2 ബ്രാഞ്ച് വരുന്നുണ്ട്, ഫോർത്ത് പൊസിഷനിൽ ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് ആഡ് ചെയ്തപ്പോ 8 ആണ് ആൻസർ ആയിട്ട് വന്നത്. അപ്പോ നമ്മൾ ഈ സം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്രാഞ്ചുകളുടെ പൊസിഷൻസ് നമ്മൾ സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ നമ്പർ കിട്ടണം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന രീതി എന്നുള്ളത്. ബ്രാഞ്ചുകളുടെ പൊസിഷൻ നമ്പറുകൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ചെറിയ നമ്പർ കിട്ടുവാണെങ്കിലാണ് എന്ത് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്പർ ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാം. ഓക്കെ, ഇത് ഒരുപാട് റൂൾസും കാര്യങ്ങളുണ്ട് ഇതിന്. ഇനി നമ്മൾ നേരത്തെ ആ ടേബിളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. CS3 ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയും. CS3 CS2 ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് പറയും, ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറയും. അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ പേരുകൾക്ക് വ്യത്യാസമുണ്ട്, ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ. ഓക്കെ, ഇനി ഇപ്പോ ഒരേപോലത്തെ ഒരേപോലത്തെ ഗ്രൂപ്പുകൾ 2ഓ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ട്രൈയോ ബൈയോ ഒക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ഒരേപോലത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ, ഡിഫറെന്റ് പൊസിഷനിൽ വന്നിരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രൈയോ ബൈയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഈ ചെയിൻ എടുത്തു കഴിയുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്, CS3 ഗ്രൂപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് 2 CS3 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും, ബൈ അല്ല ഡൈ എന്ന് പറയും. 2 എണ്ണം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഡൈ എന്ന് പറയും. 3 എണ്ണം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ട്രൈ എന്ന് പറയും. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഒരുപോലത്തെ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് 2 എണ്ണം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡൈ എന്ന് പറയും. 3 എണ്ണമാണ്, 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ട്രൈ എന്ന് പറയും. ഓക്കെ, ഇനി പിന്നെ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതേ മുകളിൽ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ടിന്റെ പേരാണ് അവിടെ ഇത് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്ട്രേറ്റ് ചെയിൻ സെലക്ട് ചെയ്തു ഫസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്പർ കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ വരണം, അല്ലെങ്കിൽ സൈഡ് ചെയിനുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്പർ കൊടുക്കണം. അപ്പൊ ദേ മൂന്നാമത്തെ പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പും വന്നിട്ടുണ്ട്, മീഥൈൽ ഗ്രൂപ്പും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ
രണ്ടാമത്തെ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്? CH3 ഗ്രൂപ്പും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ CH3 ഗ്രൂപ്പും വന്നിട്ടുണ്ട്. ഓക്കെ, CH3 ഗ്രൂപ്പും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് പേര് കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈഥൈൽ ഗ്രൂപ്പും വന്നു, മീഥൈൽ ഗ്രൂപ്പും വന്നു. അപ്പൊ നമുക്ക് ആരുടെ പേര് ആദ്യം എഴുതണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈഥൈൽ എഴുതണോ മീഥൈൽ എഴുതണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആൽഫബറ്റിക് ഓർഡറിൽ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പേര് എഴുതാനായിട്ട്. ഏത് ഓർഡറിൽ വേണം? ആൽഫബറ്റിക് ഓർഡറിൽ. അതായത് ഇപ്പൊ ഈഥൈൽ വന്നാലും മീഥൈൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ആൽഫബറ്റിക് ഓർഡർ നോക്കണം. അപ്പോ ഈഥൈൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇ അല്ലേ, മീഥൈൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എം ആണ്. അപ്പോ ഫസ്റ്റ് ഏതായിരിക്കും വരേണ്ടത്? ഇ അല്ലേ ഫസ്റ്റ് ലെറ്റർ. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് വരുമ്പോൾ ഇ ആണ് ഫസ്റ്റ് ലെറ്റർ, പിന്നീടാണ് എന്ത് വരണത്? എം വരണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വരുന്ന ഗ്രൂപ്പുകളാണ് ആദ്യം എഴുതേണ്ടത്. ഈ വരുന്ന സബ്സ്റ്റിറ്റ്യൂവന്റ് അവിടെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ പൊസിഷനിൽ ഇതേ ഈഥൈൽ ഗ്രൂപ്പ്, 2 കാർബൺ ഉള്ളതുകൊണ്ട് CH2 അല്ല C2H5 ഗ്രൂപ്പ്. അപ്പൊ 3 ഈഥൈൽ 2 3 ഡൈമീഥൈൽ പെന്റൈൻ. 2 3 എന്ന് പറയാൻ കാരണം രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? 2 3 ഡൈമീഥൈൽ പെന്റൈൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പൊസിഷനിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിൽ എത്രയുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡൈമീഥൈൽ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഒരു മെയിൻ കാർബണാറ്റം എടുത്തിട്ടുണ്ട്. 5 കാർബണാറ്റം ഉള്ള ഒരു മെയിൻ ചെയിൻ എടുത്തത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? പിന്നെ അതിനകത്തുള്ള ബോണ്ടുകളൊക്കെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെന്റൈൻ എന്ന് പറയുന്നു. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ ഫുൾ നെയിം എന്താണ്? 3 ഈഥൈൽ 2 3 ഡൈമീഥൈൽ പെന്റൈൻ ആണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഇനി നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമ്പിൾസ് ഒക്കെ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കുക. ഇനി സൈക്ലിക് കോമ്പൗണ്ടുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇപ്പൊ നമ്മൾ ഉണ്ടല്ലോ ഒരു സ്ക്വയർ ഇങ്ങനെ ചുമ്മാ വരയ്ക്കുവാണ്. ഒരു സ്ക്വയർ ഇങ്ങനെ ചുമ്മാ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തുണ്ട്? ഈ മൂലകളിലൊക്കെ എന്തുണ്ട്? കാർബൺ ആറ്റംസ് ലിങ്ക്ഡ് ആണ്. ഇതെന്താ? കാർബൺ കാർബൺ ബോണ്ട്. ബാക്കിയുള്ളവർക്ക് എന്താണ്? ഹൈഡ്രജൻ ഫില്ലിംഗ് ആണ്. CH2 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 എന്നാണ്. ബാക്കിയുള്ളവർക്ക് ഹൈഡ്രജൻ ഫില്ലിംഗ് ആയിരിക്കും. അങ്ങനെയായിരിക്കും. അതായത് ഈ മൂലകളിലൊക്കെ എന്തുണ്ട്? കാർബണും ഹൈഡ്രജനും പ്രസന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് സൈക്ലിക് കോമ്പൗണ്ടിന്റെ ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സൈക്കിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ പോലെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ C2H5 ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്പർ ചെയ്തു. എത്ര കാർബണാറ്റം ഉണ്ട്? മൊത്തം 4 കാർബണാറ്റം ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും ഒന്നാമത്തെ പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പും ആണ് വന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ പേരെഴുതും? 1 ഈഥൈൽ 2 മീഥൈൽ എന്ത് വരും? മീഥൈൽ. ഇത് പിന്നെന്താണ്? സൈക്കിൾ ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പൊ സൈക്ലോ ബ്യൂട്ടെയിൻ. 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ടീൻ. ബ്യൂട്ട് വരും. 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ട് വരും. ഇനി അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ENE വരും. അപ്പൊ എന്ത് വരും? ബ്യൂട്ടീൻ. 1 ഈഥൈൽ 2 മീഥൈൽ സൈക്ലോ ബ്യൂട്ടീൻ എന്നാണ് ആ കോമ്പൗണ്ടിന്റെ പേര്. അതുപോലെ തന്നെ അപ്പൊ നമ്മളിങ്ങനെ സൈക്ലിക് കോമ്പൗണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സൈക്ലോ എന്നുള്ള പേരും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ എന്താ? അവിടെ 6 കാർബൺ ആറ്റം ഉണ്ട്. സൈക്കിൾ ഫോമിലാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് ഉണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് 2 3 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞത്. പിന്നെ ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് പോലത്തെ കെമിസ്ട്രി അല്ല സെക്കൻഡ് പാർട്ട് ഓർഗാനിക്. നിങ്ങൾ കഴിവതും ക്ലാസ്സിൽ കയറുക, സംശയങ്ങൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകണം. കാരണം റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ ബോറടിക്കും. മുഴുവൻ ക്ലാസ് കേൾക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഓർഗാനിക് കെമിസ്ട്രി വളരെ ബോറിംഗ് ആണ്. അപ്പോൾ ബോറിംഗ് എന്നല്ല, നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് തന്നെ ക്ലാസ്സിൽ കയറാൻ നോക്കുക. സംശയങ്ങൾ അപ്പം തന്നെ തീർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകാം, കാരണം 10th നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വരുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു ബേസിക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കണ്ടോ, CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 6 ഇത് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ബെൻസീൻ ആണത്. ഇത് ബെൻസീൻ ആണ്. ഇത് ബെൻസീൻ ആണ്. ബെൻസീൻ എന്നാണ് എന്ത് പറയുന്നത്, ഇത് ഇതിനെ പറയുന്നത്. റിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ബെൻസീനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നേരത്തെ പറഞ്ഞത് ഈ റിംഗ് ഇല്ലാതെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈക്ലോ ഹെക്സൈൻ ആയിട്ട് വരും. 6 കാർബണുകളുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ബെൻസീനെ വരയ്ക്കാം. ഇങ്ങനെ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം, അത് ബെൻസീൻ ആണെന്ന് മനസ്സിലാക്കിക്കോളണം. ഓക്കെ. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ്, മീഥൈൽ ബെൻസീൻ കൊടുത്തിട്ടുണ്ട്. അതായത് ബെൻസീൻ റിങ്ങിൽ എന്ത് ചെയ്തു, ഒന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നുകൊണ്ട് മീഥൈൽ ബെൻസീൻ കൊടുത്തു. ഇനി ഒന്നാമത്തെ പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് വന്നുകൊണ്ട് ഈഥൈൽ ബെൻസീൻ കൊടുത്തു. അടുത്ത പിക്ചറിൽ നോക്കിക്കേ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് പൊസിഷനിൽ CH3 ഗ്രൂപ്പ് വന്നുകൊണ്ട് ഡൈമീഥൈൽ ബെൻസീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പൊസിഷനിലും കൂടി വരുവാണെങ്കിൽ ട്രൈമീഥൈൽ ബെൻസീൻ എന്ന് പറഞ്ഞേനെ. അപ്പോൾ അങ്ങനെയാണ് എന്ത്, ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും വരെയുള്ളതൊന്ന് മനസ്സിൽ റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. ഇനി നമുക്ക് ഹൈഡ്രോ കാർബൺസിന്റെ നേരത്തെ പറഞ്ഞ IUPAC നെയിംസ് എഴുതുന്നതാണ് ഈ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. റൂൾ അനുസരിച്ച് എഴുതുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, റൂളൊക്കെ ഞാൻ ഈ പറഞ്ഞ റൂൾസ് അനുസരിച്ച് അവർ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ അത്യാവശ്യം റൂള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്, അതായത് ഇപ്പോൾ OH ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമ്മൾ ഓയിക് എന്ന് പറയും. ഈ പ്രിഫിക്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ പ്രിഫിക്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഈ പ്രിഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കിടക്കുന്നതാണ് പ്രിഫിക്സുകൾ. കണ്ടോ, ഈ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ OH ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഓൾ എന്നാണ് നമ്മളെ പേര് എഴുതുമ്പോൾ ചേർക്കേണ്ടത്. COH വന്നാലോ ഓയിക് എന്ന് ചേർത്തോളണം. CHO ആണ് വരണമെങ്കിൽ AL ചേർക്കണം. CO ആണെങ്കിൽ ONE, അങ്ങനെ അമൈഡ്, അങ്ങനെ. അതായത് ഇപ്പൊ ഒരു കാർബൺ ആറ്റത്തിൽ CH3OH ആണ്, അപ്പൊ നമ്മൾ എന്ത് പറയും, അവിടെ ഒരു കാർബൺ ആറ്റേ ഉള്ളൂ,
അവിടെ എന്ത് ചെയ്യും, മെഥനോൾ ചേർക്കും. അതായത് ഇപ്പൊ ഇത് നോക്കിക്കേ, CH3OH ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഒരു കാർബൺ ഉള്ളപ്പോ മെത്താണ്, ഇവിടെ എന്ത് വരും? മെഥനോൾ. അതായത് ഇപ്പൊ ഒരു കാർബൺ ഉണ്ട്, അവിടെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അല്ല സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യാറ്? മീഥെയ്ൻ എന്നല്ലേ എഴുതാറ്. അതിനകത്ത് മാറ്റിയിട്ട് ഈനെ നമ്മൾ എന്ത് ചെയ്യും? കളഞ്ഞിട്ട് അവിടെ എന്ത് ചേർക്കും? OL ചേർക്കും, OH ഗ്രൂപ്പ് ആണെങ്കിൽ. കേട്ടോ? അപ്പൊ അങ്ങനെയാണ് എന്ത് വരണത്? നെയിമിങ് വരണത്. ഓക്കെ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫിക്സുകൾ നിങ്ങൾ പഠിക്കണം. പ്രിഫിക്സ് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇനി വരുന്ന കോമ്പൗണ്ട്സിന്റെ നെയിമിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ പ്രിഫിക്സ് കാണുമ്പോൾ അത് ഇന്ന കോമ്പൗണ്ട് ആണ്, അമിനോ ഗ്രൂപ്പ് ആണ്, OH ഗ്രൂപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യണം. കണ്ടോ? ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ? ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ട്. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇത് കാർബൺ ആറ്റത്തിന് ഇവിടെ നിന്ന് തുടങ്ങിയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റം, ഫോർത്ത് കാർബൺ ആറ്റം. ഇതാണ് 4 കാർബൺ ആറ്റം വരുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? പേര് കൊടുക്കുകയാണ്. പേര് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ആൽഫബറ്റിക് ഓർഡറിലാണ് അതിന്റെ വരേണ്ടത്, പേര് എഴുതേണ്ടത്. ഇവിടെ ബ്രോമിൻ ഗ്രൂപ്പും വന്നിട്ടുണ്ട്, OH ഗ്രൂപ്പും വന്നിട്ടുണ്ട്, ഓയിക് ആസിഡ് COH ഗ്രൂപ്പും വന്നിട്ടുണ്ട്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ പേര് എഴുതുവാണ്. പേരെഴുതുമ്പോൾ ഫസ്റ്റ് ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് അതിനകത്ത് വന്നിരിക്കുന്ന ബ്രാഞ്ചിന്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. ബ്രാഞ്ചിന്റെ പേര് എഴുതുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ ബ്രോമിനും നാലാമത്തെ പൊസിഷനിൽ എത്ര കാർബൺ ആറ്റത്തിന്റെ നമ്പർ ഇട്ടത് മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. ഇത് 2, ഇത് 3-മത്തത്, ഇത് 4-മത്തത്, ഇത് 5-മത്തത്. ഓക്കെ. 4-മത്തെ കാർബൺ ആറ്റത്തില് OH ഗ്രൂപ്പും 2-മത്തെ കാർബൺ ആറ്റത്തില് Br ബ്രോമിൻ ഗ്രൂപ്പും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പേരെഴുതി കഴിയുമ്പോ പേരെഴുതുമ്പോ എങ്ങനെ വരും? കണ്ടോ? 2 ബ്രോമോ 2-മത്തെ പൊസിഷനിൽ ബ്രോമിൻ, 4-മത്തെ പൊസിഷനിൽ ഹൈഡ്രോക്സി. OH ഗ്രൂപ്പ് വന്നപ്പോ ഹൈഡ്രോക്സി ഗ്രൂപ്പ്. പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? COOH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പെന്റനോയിക് ആസിഡ്. കണ്ടോ? 3 ബ്രോമോ 4 ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡ്. ഇനി നോക്കിക്കേ. അപ്പൊ നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നുണ്ടാവും, 3 ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നില്ലേന്ന്. OH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, Br ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, COH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. എന്തുകൊണ്ടാണ് CHന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തത്? അതിനെ CHന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? പെന്റനോയിക് ആസിഡ് എന്ന് എഴുതിയെന്ന്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ആരെ സെലക്ട് ചെയ്യണം? കണ്ടോ? ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ COH, ഇവിടെ COH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, Br ഉണ്ട്, OH ഉണ്ട്. അപ്പോൾ ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓർഡറിൽ വേണം അതിനെ സെലക്ട് ചെയ്യാനായിട്ട്. അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. COH ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാ? CORന് കൊടുക്കണം, തേർഡ് പ്രിഫറൻസ്, അങ്ങനെ കൊടുത്ത് നമ്മൾ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞതിന് ഇത് ചെയ്യണം. അപ്പോൾ പ്രിഫറൻസ് കൊടുക്കേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അവിടെ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഫസ്റ്റ് പ്രിഫറൻസ് COHന് കൊടുക്കണം, അത് കഴിഞ്ഞാണ് OHന് കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹാലോജന് കൊടുക്കേണ്ടത്. അപ്പൊ 3 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? 3 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രിഫറൻസ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാമുള്ളൂ? അതിനെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഹൈ പ്രയോറിറ്റി ഏതിനാണ്? COH ഗ്രൂപ്പിനായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പെന്റനോയിക് ആസിഡ് എന്ന് പറഞ്ഞത്.
അതേസമയം OH ആർന്നെങ്കിൽ ഇപ്പൊ പെന്റനോൾന്നേ വരുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആണ് അടുത്തത്. നെക്സ്റ്റ്. അപ്പൊ നിങ്ങൾ നെയിമിംഗ് ഒക്കെ നിങ്ങൾ പരമാവധി ചെയ്ത് നോക്കുക. എന്തായാലും ഏതെങ്കിലും ഒരു നെയിമിംഗ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. അത് നിങ്ങളുടെ ഇൻഡെക്സ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ ടെർമിനൽ എക്സസൈസിന്നോ ആയിരിക്കും. ഒരു 90% 90% നിങ്ങളുടെ ടെർമിനൽ എക്സസൈസിന്നോ അല്ലെങ്കിൽ ഇൻഡെക്സ് ക്വസ്റ്റിനോ ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്. ടൈപ്പ് ഓഫ് റിയാക്ഷൻസിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹോമോളിറ്റിക് ഫിഷൻ എന്താന്നുള്ളതാണ്. അതായത് കോവാലന്റ് the fission of a covalent bond with the equal sharing of bonding electron is known as homolytic fission. അതായത് ബോണ്ട് ഫിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിഷൻ, ബോണ്ട് ഫിഷൻ എന്ന് പറയുന്നത്. ആ ബോണ്ട് അവിടെ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ബോണ്ട് ഫിഷൻ എന്ന് പറയുന്നത്. ഈ ബോണ്ട് ഫിഷൻ 2 ടൈപ്പ് ഉണ്ട്. അതെന്താണ്, ഹോമോളിറ്റിക് ഫിഷനും ഉണ്ട്, ഹെട്രോളിറ്റിക് ഫിഷനും ഉണ്ട്. അപ്പൊ ദേ നമ്മൾ എന്ത് ചെയ്യാണ്, AB എന്ന് പറയുന്ന കോവാലന്റ് ബോണ്ട് എന്ത് ചെയ്തു, AB എന്ന് പറയുന്ന കോവാലന്റ് ബോണ്ട് എന്ത് ചെയ്തു, നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ. AB എന്ന് പറയുന്ന കോവാലന്റ് ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്തപ്പോ എന്ത് ചെയ്തു, ഒരെണ്ണം എന്ത് ചെയ്തു, Aക്കും കിട്ടി, ഒരെണ്ണം എന്ത് കിട്ടി, Bക്കും കിട്ടി, ഇലക്ട്രോൺസ്. അതായത് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്താണ്, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാണ്. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാണ്. അപ്പൊ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഒരു ഇലക്ട്രോൺ ആർക്ക് കിട്ടി, Aക്ക് കിട്ടി, ഒരെണ്ണം ആർക്കും കിട്ടി, Bക്കും കിട്ടി. അപ്പോൾ ഈക്വൽ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്തത്, ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തത്. അങ്ങനെയുള്ള ഷെയറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമോളിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് പറയുവാണെങ്കിൽ, നമ്മൾ 2 ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ രണ്ടുപേരും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 2 പേർക്കും ഈക്വലി ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് ബ്രേക്ക് ചെയ്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈക്വലി ആയിട്ടായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എന്തിൽ വരുന്നത്, ഹോമോളിറ്റിക് ഫിഷനിൽ നമ്മള് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ, ബോണ്ട് ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ ബോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ബോണ്ടിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2 ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് 2 പേർക്കും ഓരോരുത്തർക്കും എന്ത് ചെയ്യും, ഓരോ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമോളിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത്. ഹോമോളിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെയാണ് നമ്മൾ ഇങ്ങനത്തെ ഇവിടെ ഡോട്ട് ഇട്ടി കൊടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ആ ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് അതാണ് ഇത് കണ്ട, ന്യൂട്രൽ സ്പീഷീസ് ഫോംഡ് നോൺ ആസ് ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ്, ഹെട്രോളിറ്റിക് ഫിഷൻ ആണ്. ഹെട്രോളിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, അൺഈക്വൽ ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ബിസിനസ്സിലെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഒരാൾക്ക് 75%, ഒരാൾക്ക് 25% ആയിരിക്കാം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം, മുഴുവൻ എടുക്കുകയാണ്. അപ്പൊ അൺഈക്വൽ ആയിട്ടാണ് അവിടെ ഷെയർ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് പറയും, ഹെട്രോളിറ്റിക് ഫിഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ AB-യും ഇവിടെ ഒരു എക്സാമ്പിൾ അതിന് കൊടുത്തിട്ടുണ്ട്. AB-യും ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്. എന്ത് ചെയ്തു, ആ ഇലക്ട്രോൺസിനെ മുഴുവൻ ആർക്ക് കൊടുത്തു, Bക്ക് കൊടുത്തു. അപ്പൊ Bക്ക് ഏത് ചാർജ് കിട്ടി, നെഗറ്റീവ് ചാർജ് കിട്ടി. Aക്ക് പോസിറ്റീവ് ചാർജ് കിട്ടി. പോസിറ്റീവ് ചാർജ് ഉള്ള ഈ അയോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർബോ കാറ്റിയോൺ എന്ന് പറയുന്നത്. നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും, കാർബാനിയോൺ എന്ന് പറയും. നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ കാർബാനിയോൺ എന്ന് പറയും. ഈ കാർബാനിയോൺ എന്ന് പറയും.
ഓക്കെ. അപ്പോൾ ഹെട്രോളിറ്റിക് ഫിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അൺഈക്വലി ആയിട്ടാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഹെട്രോളിറ്റിക് ഫിഷൻ എന്ന് പറയും. ഓക്കെ. ഇത്രയാണ് ഇന്നെടുത്ത ടോപ്പിക്. അപ്പൊ നിങ്ങൾ ഇത്രയും വരെ എന്ത് ചെയ്യുക? ക്ലാസ് പിന്നെയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക. അതിനുശേഷം സംശയങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ കയറിയിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നില്ല. നിങ്ങൾ നന്നായിട്ട് ക്ഷമാപൂർവ്വം ഇത് കേട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ ഈ ക്ലാസ് 1 മണിക്കൂറുള്ള ക്ലാസ് നിങ്ങൾ ഒരുമിച്ച് 1 മണിക്കൂർ കാണാനിരിക്കരുത്. നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ 10 മിനിറ്റ് ക്ലാസ് കാണുക. എന്നിട്ട് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. അതിനുശേഷം 10 മിനിറ്റ് ക്ലാസ് കാണുക. അങ്ങനെ 10 മിനിറ്റ് കണ്ട് ക്ലാസ് കണ്ടു തീർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.